അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. ആരോഗ്യജാലകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാനുള്ളത് കാഞ്ഞിരപ്പള്ളിയിലാണ്. എൻ്റെ കൂടെ ഇന്ന് ഉള്ളത് അക്യൂപിയർ മുഹമ്മദ് സാലിയാണ്. പൊൻകുന്നമാണ് സ്വദേശം. പൊൻകുന്നം എന്ന് പറഞ്ഞാല് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഒരു 5 കിലോമീറ്ററിന്റെ അടുത്ത ഒരു ചെറിയ ടൗൺ ആണ്. അവിടുത്തെ വിശേഷം ആദ്യം പൊൻകുന്നം കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു വെറൈറ്റി പേരല്ലേ? അവിടെ പൊന്നുണ്ടോ? എന്താണ് ആ പേര് വന്നത്? പൊൻകുന്നം എന്ന് പറഞ്ഞാല് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഭൂപ്രകൃതി വെച്ച് നോക്കുമ്പോ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും കോട്ടയത്തു നിന്നും പാലായിൽ നിന്നും എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു കുന്നും പ്രദേശമാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ ഭാഗത്തു നിന്നും കുന്നാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും പൊൻകുന്നം എന്ന് പറഞ്ഞ പേര്. അവിടെ എന്തെങ്കിലും വിളയുന്ന സാധനം ഉണ്ടോ? നല്ല അങ്ങനത്തെ സാധാരണ കൃഷി എന്ന് പറഞ്ഞാൽ കപ്പ, റബ്ബർ, പിന്നെ മറ്റുള്ള കപ്പ, ചേന ഇങ്ങനെയുള്ള കൃഷികൾ, വാഴ, ഇങ്ങനെയുള്ള സാധാ കൃഷികൾ. നെൽപ്പാടങ്ങളൊക്കെ വളരെ കുറവാണ്. അതന്നെ പൊന്ന് വിളയുന്നതിനെ കൊണ്ടായിരിക്കും. വിളയുന്ന ഒരു പക്ഷേ അറിവിന്റെ ഒരു വിളനിലമായതുകൊണ്ടാകാം. പിന്നെ ഒരു സംസ്കാര സമ്പന്നമായ സ്ഥലമാണ്. ജാതിമത ഭേദമന്യേ എല്ലാവരും വർഗീയ താല്പര്യങ്ങളും ചിന്തകളും ഇല്ലാതെ ഒത്തൊരുമയോട് കൂടി കഴിഞ്ഞു പോകുന്ന ഒരു സ്ഥലമാണ്. രാഷ്ട്രീയ മത ചിന്തകളില്ലാതെ എല്ലാവരും ഒത്തൊരുമയോട് കൂടി പോകുന്ന ഒരു സ്ഥലമാണ്. മനുഷ്യത്വം മുൻനിർത്തി ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ ജീവിക്കുന്ന സ്ഥലമാണ് പൊൻകുന്നം. അത് പൊന്നായി തന്നെ എന്നും അപ്പൊ തന്നെ പൊന്നവിടെ വിളയുമല്ലോ. വിളയും. അവിടെ വേറെ പ്രയാസമൊന്നും ഇല്ലാതെ കൊണ്ട് ഭൂമി നന്മ തരും അല്ലെ? അതെ അതെ. ഓക്കെ. എന്റെ ചോദ്യം എന്ന് പറഞ്ഞാല് നിങ്ങളിപ്പോ അക്യുപഞ്ചറിസ്റ്റ് ആയിട്ട് ഇപ്പൊ ട്രീറ്റ്മെന്റിലേക്കൊക്കെ വന്നല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഒരു അത്ഭുതകരമായി തോന്നിയ ഒരു ചികിത്സാ അനുഭവം എന്ന് പറയും? അത്ഭുതകരമായ ചികിത്സാ അനുഭവം എന്ന് പറഞ്ഞാല് ഒരു പൊൻകുന്നത്തുള്ള ഒരു സഹോദരൻ 36 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ ഇടനെഞ്ചിൽ ഒരു മുറിവ്, ഏതാണ്ട് ഒരു 3 ഇഞ്ച് നീളത്തിലുള്ള ഒരു മുറിവ് പഴുത്തിരിക്കുകയാണ്. അപ്പൊ ആ മുറിവ് അദ്ദേഹത്തിന് പണ്ട് സ്മോൾ പോക്സ് ചിക്കനൊക്കെ വന്നതിന് ശേഷം എന്തോ ഒരു മരുന്നുകൾ കഴിച്ചിട്ട്, എന്തോ ആയുർവേദ മരുന്നോ സംതിങ് അതുപോലെ എന്തോ ഒന്ന് കഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാം കരിഞ്ഞ് നീളത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ചെങ്കിലാണ്. പക്ഷെ ഇത് മാത്രം ഇടനെഞ്ചില് ഇങ്ങനെ വളരെ നീളത്തിൽ ഇങ്ങനെ പഴുത്ത് ഇങ്ങനെ കിടക്കുന്നു. അദ്ദേഹം എല്ലാ ചികിത്സാ രീതികളും ചെയ്തു. എത്ര കാലം ചെയ്തു അദ്ദേഹം? 36. ഇപ്പൊ അദ്ദേഹത്തിന് 72 വയസ്സുണ്ട്. 36 വയസ്സിലുണ്ടായ സംഭവമാണ്. അത് പഴുത്തിങ്ങനെ ഇരിക്കുകയാണ്. ഇടനെഞ്ചിലാണ്, കരിയല. പല ട്രീറ്റ്മെന്റും ആയുർവേദം, അലോപ്പതി, യുനാനി, ഹോമിയോ എല്ലാം ചെയ്തു. അവസാനം ഇത് ക്യാൻസർ ആണെന്ന് പറയുകയും അദ്ദേഹം പിന്നെ സർജറി വേണമെന്നൊക്കെ പറയുമ്പോൾ അതിന് സർജറി ഒന്നും ഇല്ലാതെ തന്നെ അദ്ദേഹം പ്രാർത്ഥനയിലും ഈശ്വരവിശ്വാസത്തിലും പ്രാർത്ഥനയിലും ഒക്കെ മൊഴി അങ്ങനെ കഴിഞ്ഞു പോവാ. ഇതെപ്പോഴും ഇങ്ങനെ പഴുത്തൊളിച്ചുകൊണ്ടിരിക്കും. എവിടെയെങ്കിലും പോകണമെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ പഞ്ഞി ഇതിനകത്ത് വെച്ച് നിറയ്ക്കും. പിന്നെ അതിന് മുകളിൽ പഞ്ഞിയൊക്കെ ഇങ്ങനെ കുത്തി വെച്ച് ഒരു മുറിവാണ്. 3 ഇഞ്ച് നീളം വരും ഇടനെഞ്ചില്. 3 ഇഞ്ച് നീളം. 3 ഇഞ്ച് നീളം. അകലം ഒരു 1.5 ഇഞ്ച് വീതി ഉണ്ട്. ഇങ്ങനെ കട്ടിയായിട്ട് അതിനകത്ത് പഴുപ്പും ഒക്കെ ഇങ്ങനെ വന്നിട്ട് ചോരയൊക്കെ. അപ്പൊ അദ്ദേഹം ഇതിനകത്ത് പഞ്ഞിയൊക്കെ വെച്ചിട്ട് അതിന്റെ മുകളിൽ തുണി വെച്ചിട്ട് അതിന്റെ മുകളിൽ ബനിയനിട്ട് അതിന്റെ മുകളിൽ ഷർട്ടിട്ട് അങ്ങനെയാണ് നമ്മുടെ ട്രീറ്റ്മെന്റ്. ഞാൻ അക്യുപഞ്ചറിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എല്ലാം കഴിഞ്ഞു, ഞാൻ വേറെ ട്രീറ്റ്മെന്റ് ഇപ്പൊ എടുക്കുന്ന അവസ്ഥ ഇതാണ്. അങ്ങനെ ട്രീറ്റ്മെന്റ് ഇപ്പൊ 8-9 മാസമായി. ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഇതിനകത്ത് കുറെ മാലിന്യങ്ങൾ അകത്ത് പുറത്തു പോകാനുണ്ട്, കുറേ മാലിന്യങ്ങൾ പോകാനുണ്ട്. അത് പോകും. അതുവരെ നിങ്ങൾ അതിനെ ഇതൊന്നും കണക്കാക്കേണ്ട, അത് പോയിക്കൊണ്ടേ. മാലിന്യങ്ങൾ അടിഞ്ഞ് കിടക്കുന്ന കാലാകാലങ്ങളായിട്ടുള്ള മാലിന്യങ്ങൾ അതെല്ലാം പോകും എന്ന് പറഞ്ഞാൽ അതിന് ഒരു സാവകാശം നിങ്ങൾ കണക്കാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് പിന്നെ ചോദിച്ചു പറഞ്ഞു ബ്ലാക്ക് കളറില്, കറുപ്പ് കളറുള്ള മാലിന്യങ്ങളും പഴുപ്പും പൊക്കൊണ്ടിരുന്നു. ഭയങ്കര ദുർഗന്ധം. മഞ്ഞ കളറിലുള്ള മാലിന്യങ്ങൾ പൊക്കൊണ്ടിരുന്നു. അങ്ങനെ പല രക്തവും വെളുപ്പും ഇങ്ങനെ കുറെ നാൾ ഇങ്ങനെ പോയി, ഇങ്ങനെ ഭയങ്കര ആയിട്ട് മുഴുവൻ പോയി. ഇപ്പൊ ഞാൻ 2 ദിവസം ട്രീറ്റ്മെന്റ് എടുക്കാൻ പോയപ്പോൾ അവസ്ഥ എന്ന് പറഞ്ഞാല് അത് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ കളർ തുന്നിക്കെട്ടിയ പോലെ ആ മുറിവ് ചേർന്നു എന്നുള്ളതാണ്. ഇത്ര നാൾ ഓപ്പൺ ആയിട്ടിരുന്ന ആ സംഭവം തുന്നിക്കെട്ടിയ പോലെ, നമ്മള് സ്റ്റിച്ചിട്ട പോലെ ചേർന്നിട്ട് അത് ഏറെക്കുറെ ക്യൂറായി അല്ലേ? ആദ്യത്തെ ഫോട്ടോ ഇപ്പോഴത്തെ ഫോട്ടോ ഞാൻ എടുത്തിട്ടില്ല. കാരണം നമ്മളുടെ ഈ ഒരു കാര്യം നമ്മളുടെ IAPയുടെ പ്രസിഡന്റും അക്കാദമിയുടെ പ്രിൻസിപ്പളും ഒക്കെ നമ്മുടെ ഗുരുനാഥനുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ എന്നോട് അദ്ദേഹം നിർദ്ദേശിച്ചത് ഇതിന്റെ ഫോട്ടോ നമ്മൾ എടുത്തിട്ട് ഫോട്ടോ വെച്ചിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യം വേണ്ട എന്നാണ് എനിക്ക് കിട്ടിയ നിർദ്ദേശം. തന്നെയല്ല ആദ്യകാലത്ത് നമ്മളൊരു ഫോട്ടോയും വെച്ചിട്ടുള്ള പ്രചരണ മാർഗമായിട്ടല്ലല്ലോ നമ്മൾ ഇതിനെ കണ്ടത്. അല്ലല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന വെച്ചാല് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ പോലും അക്യുപഞ്ചറിൽ മാറും എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കുക. അത്ര അതിപ്പോ ഞാൻ അദ്ദേഹത്തിനെ വെച്ച് തന്നെ ട്രീറ്റ്മെന്റ് എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കൂടെ ആളുകൾ കേൾക്കുമ്പോൾ അപ്പം ബഹുമാനപ്പെട്ട നമ്മുടെ ഗുരുനാഥൻ പറഞ്ഞ ഇതാണ്. അപ്പൊ നമ്മൾ അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല.
തന്നെയല്ല ഞാൻ തുടക്കത്തിൽ അത് എടുത്തിരുന്നില്ല. പിന്നെ ഒരു ഡൗട്ട് എന്താ അറിയോ, ഇതിന് എത്ര കാലം അക്യുപഞ്ചർ ചെയ്തു? ഇതിന് അക്യുപഞ്ചറിന്റെ ട്രീറ്റ്മെന്റ് ഇപ്പൊ 9ാം മാസത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. 9ാം മാസം. ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് എടുത്തപ്പോൾ കംപ്ലീറ്റ് ക്യൂറായി ചേർന്നു. അപ്പം അദ്ദേഹത്തിന്റെ ഫാമിലിയിലും അദ്ദേഹത്തിനും ഉണ്ടായ ഒരു സന്തോഷം അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളത്തിനൊരു കുളിർമയാണ്. കാരണം ഇത്രയും കാലഘട്ടവും വേദന തിന്ന് വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അസ്വസ്ഥതയോടുകൂടി ജീവിച്ച ഒരു മനുഷ്യനാണെന്ന് ഓർക്കണം. അത് ഞാൻ ആലോചിക്കാൻ വെച്ചാല് ഇപ്പൊ ഫ്രഷ് വലിയ പ്രയാസം ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ ആരും അക്യുപഞ്ചറിലേക്ക് അടുക്കില്ല. ഇത് 10-35 വർഷം കഴിയൊഴിഞ്ഞതിനെ കൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ചെയ്തായിരിക്കും. അതെ അങ്ങനെ എല്ലാ പ്രതീക്ഷകളും പോയി കഴിഞ്ഞപ്പോ കുടുംബവും അദ്ദേഹത്തിന്റെ മരണം കാത്ത് കുടുംബവും കുട്ടികളും ഇങ്ങനെ ഓരോ ദിവസം അച്ഛൻ എപ്പോഴാണ് അച്ഛന്റെ അന്ത്യസമയം എത്തുന്നതെന്നുള്ള മരണം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സമയം കൂടാണ്. അതെ നമ്മൾ റിസ്ക് എടുക്കുന്നത് എല്ലാം കഴിയൊഴിഞ്ഞതിന് ശേഷം അക്യുപഞ്ചറിൽ വന്നിട്ട് പോലും അതിന് രോഗശമനം ഉണ്ടല്ലേ, ഹീലിംഗ് നടക്കുന്നുണ്ട് എന്നുള്ള ഒരു തെളിവാണ് അല്ലെ. ഇങ്ങനെയുള്ള തെളിവ് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഇത് ആദ്യത്തിലേ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ പ്രയാസം മാറില്ലായിരുന്നു, വളരെ നിഷ്പ്രയാസം മാറുമായിരുന്നു. ഓക്കെ, ആ രീതിയിലൊക്കെ നമ്മളെ ചികിത്സയെ അടുത്തറിഞ്ഞ് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഇപ്പൊ മാനസികവും ശാരീരികമായ എല്ലാ പ്രയാസത്തിനും പറ്റുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ നെഞ്ചത്ത് വലിയ കീറ് വന്ന് അതിനും പറ്റി. ഇതുപോലെ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ജനങ്ങളിലേക്ക് എത്തിക്കണം. എന്നിട്ട് ഈ സത്യത്തെ ഒരു മരുന്നുമില്ലാതെ ചികിത്സയിലൂടെ അക്യുപഞ്ചർ ജീവിതശൈലിയിലൂടെയും രോഗങ്ങൾ മാറുന്നു എന്ന രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സലി സർ. അസ്സലാമു അലൈക്കും.